വടിക്കാതെ, മുഖം കഴുകാതെ, കുളിക്കാതെ, ശരീരം ശുദ്ധി വരുത്താതെ കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നൊന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഈ പൂജാമുറിയിൽ പറയേണ്ട മന്ത്രം കിടക്കയിലിരുത്തി പറയിപ്പിച്ചത് മന്ത്രത്തിന്റെ എഫക്റ്റ് കിട്ടാനല്ല, ഒന്ന് പിടിച്ചിരുത്താനാണ്. മലയാളിയെ ഇരുത്താൻ അത്ര എളുപ്പ? നമ്മൾ മറ്റുള്ളവരൊക്കെ ഇരുത്തിയിട്ടുണ്ട്, നമ്മൾ ഇരുത്താറില്ല. ആ ഇരുത്താൻ ഒരു മന്ത്രം ചൊല്ലിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിലൊന്നിലും വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഈ കരാഗ്രേ വസതലക്ഷ്മി ചൊല്ലണമെന്നൊന്നുമില്ല. തമിഴ്നാട്ടിലെ ഷാരൂഖ് ഖാൻ തീവണ്ടിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ചൊല്ലുന്ന ജയ്യ 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 ആയാലും കുഴപ്പമൊന്നുമില്ല. ഉറക്കെ ചൊല്ലരുത്, നാളെ മുൾക്ക് ചൊല്ലരുതെന്ന് മാത്രം. കാരണം നാളെ മുൾക്ക് ചൊല്ലിയ ഇന്നലെ ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കണവരെ എൻ്റെ ഭർത്താവിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി ഇത് മാത്രം. മറ്റേതാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, കാരണം പണ്ടും അവർ കേട്ടിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് അതിൻ്റെ പുറകിലുള്ള ഒരു സയൻസ് പറയുമ്പോൾ ചെവി കൂർപ്പിച്ച് കേൾക്കാൻ ഭാരതത്തിലെ ജനത ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും IIT മദ്രാസിലാണെങ്കിലും അല്ല ഇവിടത്തെ ഹ്യൂസ്റ്റണിലെ റൈസ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ടൊറന്റോ യൂണിവേഴ്സിറ്റി ആണെങ്കിലും യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോഴും ഇത് കേൾക്കാൻ 2 മണിക്കൂർ ഇരിക്കാൻ ലോകത്തിലെ ഒരു പൗരനും വിഷമമില്ല, ഇന്ത്യക്കാരന് ഒട്ടും വിഷമമില്ല. തിരിച്ചു ദിശാബോധം വീണ്ടെടുക്കാൻ തുടങ്ങി. പണ്ടെല്ലാം ഇതെല്ലാം ആരോടെങ്കിലും പറഞ്ഞാൽ അപ്പൊ പറയും സവർണ ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മൂരാച്ചി മരട് കുണ്ടൻ ഒരു തലയോലപ്പറമ്പ് എറണാകുളം കോലഞ്ചേരി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ പറയുന്നവരാരുമില്ല. ആചാരത്തിന്റെ നന്മകൾ സ്വീകരിക്കണമെന്നൊരു തോന്നല് എല്ലാവർക്കും വന്നു തുടങ്ങി. മാത്രമല്ല വ്യക്തിപരമായിട്ട് ഭാഗവതം കേൾക്കണമെന്നും ഭഗവത്ഗീത കേൾക്കണമെന്നും ഈ ഗ്രന്ഥങ്ങൾ വായിക്കണമെന്നുള്ളൊരു തോന്നൽ അസാധാരണമായി വന്നു തുടങ്ങി. എവിടെയോ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന ധാരണ മാതാപിതാക്കൾക്ക് വന്നു തുടങ്ങി. മക്കളോട് പറയുന്നു, മക്കളെ ഇതൊക്കെ ചെയ്യണം. അച്ഛനമ്മമാരോട് ചോദിച്ച കാലത്ത് അച്ഛനമ്മമാർക്ക് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെ ഒരു മറുപടി ഉള്ള സ്ഥിതിക്ക് സയന്റിഫിക് ആയിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള, ഇന്റലക്ച്വലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉള്ള സ്ഥിതിക്ക് ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് വ്യക്തികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി ധാരാളം സ്ഥലത്ത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഭക്ഷണക്രമത്തിൽ എന്തൊരു മാറ്റാ വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പണ്ട് ഞങ്ങൾ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡേ കിട്ടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ഹോട്ടലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഭക്ഷണത്തിൽ മാറ്റം, ആചാരത്തിൽ മാറ്റം, വിചാരത്തിൽ മാറ്റം, വിശ്വാസത്തിൽ മാറ്റം, പഠിക്കണ വിഷയത്തിൽ മാറ്റം ഉണ്ടാകാൻ വ്യക്തിപരമായ നോട്ടത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കി. ഇതിനെന്താ നമ്മൾ പറയുക? ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയന് ദിശാബോധം വീണ്ടും എടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ. ഈ ഒരൊറ്റ വിഷയത്തിൽ 2.5 മണിക്കൂർ പ്രഭാഷണം നടത്താൻ ഒരു വിഷമവും ഇല്ല. പക്ഷെ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയ പ്രശ്നമാവും. അതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കിടക്കുന്നു. ദിശാബോധം വീണ്ടെടുക്കുന്ന കുടുംബാന്തരീക്ഷം ഇപ്പൊ കാണാൻ നമുക്ക് സാധിക്കും. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലർ ഭാര്യാഭർത്താക്കന്മാർ പറയാറുണ്ട്, ഇങ്ങനെയുള്ള CD ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ തോന്നി ജീവിച്ച രീതിയൊക്കെ തെറ്റാണ്, ഇനി മാറ്റണം സാർ. ഇപ്പോൾ ഞാനും ഭർത്താവും ഒരുമിച്ചിരുന്ന ഊണ് കഴിക്കുക, സന്തോഷമായിട്ടോ, കണ്ടിന്യൂ ചെയ്യണം. എത്ര കാലം? ഒന്നില്ലെങ്കിൽ ഭർത്താവ് മരിക്കണവരെ, അല്ലെങ്കിൽ ഭാര്യ മരിക്കണവരെ. ഇടയ്ക്ക് വെച്ച് നിർത്തിയേക്കരുത്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, അക്കോമഡേഷനാണ് വേണ്ടത്. ഏത് കാര്യത്തിലും ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ച് ആ മക്കൾ ഭാവിയിൽ ജീവിക്കുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷത്തിന് മാറ്റം. ഞങ്ങൾ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ കേച്ചേരിക്കടുത്ത് അവിടെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പിതൃകർമ്മം നടത്താറുണ്ട്. എല്ലാ വ്യക്തികളും, ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്, മുസ്ലിങ്ങൾ വരുന്നുണ്ട്, നിരീശ്വരവാദികൾ ധാരാളം പേര് വരുന്നുണ്ട്. ഇവരെല്ലാം ഇരുത്തിയിട്ട് ഈ പിതൃകർമ്മം ചെയ്യിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3-4 അച്ഛന്മാർ വന്നിരുന്നു. അച്ഛന്മാരെച്ചാൽ അമ്മയുടെ ഭർത്താക്കന്മാരല്ല, പള്ളിയിലെ അച്ഛന്മാർ.
വന്നിരുന്നു. അവർ ലോഹ ഇട്ടിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടെടുത്തുകൊണ്ടാണ് അവർ വന്നത്. അവരവിടെ ഇരുന്ന് പിതൃകർമ്മമൊക്കെ നടത്തിയിട്ട് പോകുമ്പോഴാണ് പറഞ്ഞത്, ഞാനിവിടുത്തെ പള്ളിയിലെ അച്ഛനാണ്, എനിക്ക് വലിയ രസം തോന്നിയത്, വളരെ നന്നായിട്ടുണ്ട് സാർ. പിന്നെ ഇരുത്തിയ ഓരോ ബാച്ചിലും 900 ആൾക്കാരെയാണ് ഇരുത്തുക. ഏതാണ്ട് 7000 ആൾക്കാരെയാണ് 11:30 മണി വരെ ഇരിക്കുക. എല്ലാം ഇൻട്രൊഡക്ഷൻ കൊടുത്ത കുടുംബ ബന്ധത്തിൻ്റെ അടിത്തറ മുതൽക്കൊരു 10 മിനിറ്റ് പറഞ്ഞ് സർവരെയും കരയിപ്പിച്ചതിന് ശേഷമേ കർമ്മം തുടങ്ങുള്ളൂ. എല്ലാവരെയും കരയിപ്പിക്കും, അക്ഷരം പ്രതി അവരെ കരയിപ്പിക്കും. 10 മിനിറ്റ് കൊണ്ട് കരയും എല്ലാവരും. ഏത് ലെഫ്റ്റിസ്റ്റും റൈറ്റിസ്റ്റും മിഡിൽ ഈസ്റ്റും കരയും. ഒരു കുഴപ്പമില്ല. എന്താ കാരണം എന്നറിയോ? കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് വരെ കുടുംബ കോടതിയിലേക്കാ എല്ലാം പോവുക. ഇപ്പൊ കുടുംബ കോടതിയിലാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CD ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ജഡ്ജി പറയും ഈ CD കേട്ടിട്ട് വരിക. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, ഈ CD കേട്ടിട്ട് വരിക, എന്നതിന് ശേഷം നാളെ എന്താ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം. എന്നിട്ട് രണ്ടുപേരും കൂടി വരണം. CD കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ വരാറില്ല, പിന്നെ കുടുംബ കോടതിയിലേക്ക് വരാറില്ല. ധാരാളം പേര് പറയാറുണ്ട്, സാർ അവർ പോയി പിന്നെ വന്നിട്ടില്ല. ഈ കുടുംബ ബന്ധം പദാനുപദം എടുത്ത് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും, കൈപിടിച്ച് പിച്ച വെച്ച് നടത്തിച്ച് താരാട്ടുപാടി ഉറക്കിയ അച്ഛനും അമ്മയും, ആ മക്കളുടെ മുഖത്തെ ചിരി കണ്ട് സന്തോഷിച്ച് വാരിയെടുത്ത് ഉമ്മ വെച്ച അച്ഛനും അമ്മയും, അവൻ വളരുന്നത് കണ്ട് ആനന്ദിച്ച അച്ഛനും അമ്മയും, അത് പിച്ച വെച്ച് നടന്നിച്ച് കുറച്ച് കഴിയുമ്പോൾ യൂണിഫോമിട്ട് LKGയിലും UKGയിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പോകുന്ന ആ മകൻ്റെ മുഖം കാണുന്ന അച്ഛനും അമ്മയും, കാലചക്രം തിരിയുന്നു, മകനും മകളും വലുതാവുന്നു. അതേപോലെ അച്ഛനും അമ്മയും തളരുന്നു. മക്കൾ വളരുന്നു, അച്ഛനും അമ്മയും തളരുന്നു. കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. കിടക്കയിൽ കിടക്കുമ്പോൾ ഏത് കൈപിടിച്ചാണോ പിച്ച വെച്ച് നടത്തിച്ചത്, ഏത് വായിലേക്കാണോ അമ്പിളിയമ്മാവനെയും കാക്കയെയും കാണിച്ച് ചോറ് കൊടുത്തത്, ഏത് കണ്ണുനീരാണോ തുടച്ചത്, ചിരി കണ്ട് ഏതച്ഛനും അമ്മയുമാണോ ആനന്ദിച്ചത്, നിറഞ്ഞ ഹൃദയത്തോടുകൂടി തലയ്ക്ക് കൈവച്ച് ജഗദീശ്വര എൻ്റെ മക്കൾക്ക് എന്നും നന്മ വരണമേ എന്നും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മക്കളുടെ നന്മകൾ മാത്രം പറഞ്ഞത്, അവൻ എവിടെയായിരുന്നാലും അവൻ നന്നായാൽ മതി, അവൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും നന്നായാൽ മതി, എന്നെ തിരിഞ്ഞു നോക്കണമെന്നൊന്നും എനിക്കില്ല, ഞാനിനി എത്ര കാലമുണ്ട്, ഇതൊന്നും സാരമില്ല, അവർ നന്നായിരിക്കണമേ ഈശ്വര എന്ന് നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി പ്രാർത്ഥിച്ച അച്ഛനും അമ്മയും കിടക്കയിൽ കിടക്കുമ്പോൾ അപ്പം അവർ ചിന്തിക്കും, എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് വന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് താങ്ങിപ്പിടിച്ചിരുത്തിയിരുന്നെങ്കിൽ, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഒന്ന് തടവിയിരുന്നെങ്കിൽ, അച്ഛനിനി കൂടുതൽ കാലമൊന്നുമില്ലല്ലോ, അമ്മയും കൂടുതൽ കാലമൊന്നുമില്ല, പോവാറായി. ഏത് കുട്ടിയെയാണോ വാരിയെടുത്ത് ഉമ്മ വെച്ച് വളർത്തിയത്, അവൻ ഒരിക്കലെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ മക്കൾക്ക് വരണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല. ആരോ പറഞ്ഞ മാതിരി ഒരു കഥയിൽ അച്ഛന് വയസ്സായി, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മരിക്കാൻ നോക്കണം, എനിക്ക് വരാൻ പറ്റണില്ല, ലീവില്ലേ, അച്ഛനോട് ഫോൺ വിളിച്ച് പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മരിക്കാൻ നോക്കണം, എനിക്ക് ലീവില്ലാത്ത സ്ഥിതിക്ക് വരുമ്പോൾ തന്നെ എല്ലാം തീർക്കാൻ നോക്കണം. അങ്ങനെ പറയുന്ന മക്കൾ, അക്ഷരാർത്ഥത്തിൽ തിരിച്ചു പറയുന്ന മക്കളുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞില്ലേ, നീ എന്തിനാ ആവശ്യമില്ലാതെ അവരുടെ കാര്യമൊക്കെ നോക്കണത്, നീ നിന്റെ കാര്യം നോക്കിയിട്ട് പഠിച്ചാൽ പോരെ. അതമ്മ നിരന്തരം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് അമ്മയുടെ ഉപദേശം നിറഞ്ഞു നിന്നു. ഇപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ, അമ്മയുടെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. എൻ്റെ ഭാര്യ അവളുടെ കാര്യം മാത്രം നോക്കിയിട്ട് ചിക്കാഗോയിലോ മറ്റോ ആണെന്ന് തോന്നണു, എൻ്റെ മകൾ അവളുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഡള്ളാസിലാണെന്ന് പറയുന്ന കേട്ടു, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ന്യൂയോർക്കിലാണ്. അമ്മ അമ്മയുടെ കാര്യം മാത്രം നോക്കി തലയോലപ്പറമ്പിലിരുന്നോളൂ, കാരണം അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. ആ പറഞ്ഞ അങ്ങനെയുള്ളതിൽ നിന്ന് അല്പമൊക്കെ മാറ്റം വരുന്നു.
അമ്മയെ കാണണം, ഓണത്തിന് അമ്മയുടെ കൂട്ടത്തിലിരിക്കണം, അമ്മയുടെ കാല് പിടിക്കണം, അച്ഛനെ നമസ്കരിക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വിഷുക്കൈ നീട്ടം മേടിക്കണം, ഓണത്തിന് ഒരുമിച്ച് ആ അച്ഛനോട് സംസാരിക്കണം. അച്ഛൻ ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന വരികൾ ഒന്ന് ഓർമ്മിക്കണം. അവരുടെ വാർദ്ധക്യത്തിൽ ഒന്ന് തലോടണം. ആ പന്താവിലൂടെ എനിക്കും കടന്നു പോകേണ്ടതാണ്. മരണത്തിൻ്റെ ജംഗ്ഷന് തൊട്ടു മുമ്പ് വരെ എല്ലാ വേദനയും മനസ്സിലും ശരീരത്തിലുമുള്ളത് വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ആ അച്ഛനും അമ്മയ്ക്കും ഒരു വാക്കിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ, ഒരു നന്മ നിറഞ്ഞ സന്ദേശത്തിലൂടെ ആശ്വാസം നൽകാൻ സാധിക്കണമെന്ന് മക്കൾക്ക് തോന്നിത്തുടങ്ങി. പണ്ടത്തേതിൽ നിന്ന് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നുള്ളതിൽ നിന്ന് എനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാര്, അവർക്ക് വേണ്ടി പിതൃകർമ്മം നടത്തണം. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവ ച ഗുരുശ്വശുരബന്ധൂനാം ഏചാന്യേ ബാന്ധവാ മൃത ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിതാ ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തത. ആ കർക്കടകത്തിലെ കർത്തവാവിന് പിതൃതർപ്പണം ചെയ്യുന്ന മന്ത്രാണ്. അർത്ഥമൊന്ന് കേട്ടാൽ നെഞ്ചു കത്തും. അക്ഷരാർത്ഥത്തിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു. ആ മന്ത്രത്തിൻ്റെ അർത്ഥം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ അച്ഛനും അമ്മയും ഞാൻ കൊടുക്കുന്ന പിണ്ഡം 2 കയ്യിൽ നീട്ടി സ്വീകരിക്കുമെന്ന്. അതിൻ്റെ സന്ദേശം മന്ത്രത്തിനകത്തുണ്ട്. ഇതെല്ലാം വിവരിച്ചു കൊടുക്കുമ്പോൾ അസാധാരണമായ മാറ്റം കുടുംബാന്തരീക്ഷത്തിലുണ്ടാവുന്നു. വീട്ടിനകത്ത് എല്ലാവരിലും മാറ്റമുണ്ടാകുന്നൊരു കാഴ്ച. അവനവൻ മാത്രം ഇമ്പോർട്ടൻ്റ്, ഞാനായി, എൻ്റെ കാര്യമായി എന്നുള്ളതിൽ നിന്ന് മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ദിശാബോധം വീണ്ടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. സമൂഹത്തിൽ ഈ മാറ്റമുണ്ട്. ആലോചിച്ച് നോക്കുക. എവിടെയെല്ലാം പോകുമ്പോഴും കാണാൻ സാധിക്കും. സാറേ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണം, വാല്യൂ ബേസ്ഡ് ലൈഫിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണം. ചില സ്കൂളുകളിലെല്ലാം പോകുമ്പോൾ അവിടെ 10 മണിക്ക് തുടങ്ങിയാൽ 12:30 വരെ ഒരു വിദ്യാർത്ഥി പോലും അനങ്ങാതെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത ജീവിതത്തെക്കുറിച്ച് കയ്യും കെട്ടി കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച എൻ്റെ മുമ്പിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർ കണ്ടാൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറയാതിരിക്കില്ല, ഇത് കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ആ വിദ്യാർത്ഥികൾ 2.5 മണിക്കൂർ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ഇരിക്കുന്നത് എന്താ കാരണം? ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ മാറ്റമുണ്ട്. അസാധാരണ മാറ്റം വിദ്യാർത്ഥികളിലുണ്ട്. ചിലപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് ഞാൻ. ഒരു മാസത്തിൽ 3-4 ക്ലാസ് അവിടുത്തെ അധ്യാപകർക്ക് എടുക്കണം. കഴിഞ്ഞ ആഴ്ച എടുത്ത ക്ലാസ് മുഴുവനും എഞ്ചിനീയറിംഗ് അധ്യാപകർക്കായിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ, TD മെഡിക്കൽ കോളേജിലെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്കുള്ള ക്ലാസ്. കറക്റ്റ് 9 മണിക്ക് ക്ലാസ് തുടങ്ങും. 1:15 തീരുക. ഇടയ്ക്ക് ഒരു കപ്പ് ചായ ക്ലാസ്സിനകത്തേക്ക് വരും. ഇത്രയും ഗ്യാപ്പ്, നോൺ സ്റ്റോപ്പ് ക്ലാസ്സാണ്. ഇതേമാതിരി ക്ലാസ് എടുത്തുകൊണ്ട് പോവാ. ഒരധ്യാപകൻ പോലും ക്ലാസ്സിൽ ഉറങ്ങാറില്ല. അത് സ്റ്റീൽ കസേരയാണ്. ചന്തി ചൂടാവാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഇടത്തോട്ടും വലത്തോട്ടും ഓട്ടോമാറ്റിക്കലി മാറേണ്ടതാണ്. അനങ്ങില്ല. ഈ അനങ്ങാതെ ഇരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരോടും മെഡിക്കൽ കോളേജിലെ അധ്യാപകരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയായി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുക? എൻട്രൻസ് എക്സാമിനേഷൻ്റെ പരമകാഷ്ഠയിലെത്തിയിട്ട് അതിൽ നിന്ന് ടോപ്പ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകരായ നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുക? ചില അധ്യാപകർ പറയുന്നത് കേൾക്കാം, സർ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിക്കാറില്ല സർ, ഇതൊന്നും പഠിപ്പിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സർ, നഷ്ടപ്പെട്ടു പോയത് ഇതാണെന്നറിയാം. 4 കൊല്ലം മുമ്പ് ഞാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നു. അന്ന് ക്ലാസ് ഇതേപോലെ എടുത്ത് തീരാറാവുമ്പോൾ ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹം ഒരു കസേര എടുത്ത് നേരെ മുമ്പിൽ വന്നിരുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി എവിടെയോ കുഴപ്പമുണ്ട്.
എന്താ സംഭവിക്കാൻ പോണെന്ന് വലിയ ഭയം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇത്തിരി ചങ്കൂറ്റത്തോടുകൂടി നിന്നു. എല്ലാ സ്ഥലത്തും നിൽക്കണമായിരിക്കും. അങ്ങേര് കസേര എടുത്ത് മുമ്പിൽ വന്ന് നിന്നു. 1 മണിയായപ്പോൾ. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, തന്നെ പോലെ ഒരു 10 പേര് ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ നാടിനെ 3000 വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ ഒരു വിഷമവും ഇല്ല. ഇതാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. ബാക്കി പല ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കും. മിക്കവാറും കമൻ്റ് വന്നാലും നിൽക്കാറുണ്ട്. പക്ഷെ ഇത് അധ്യാപകനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. 1 സെക്കൻഡ് നെഞ്ചത്ത് കൈവച്ച് അരവണയുടെ ഉടമസ്ഥനെ ഒന്ന് വിചാരിച്ചു. 1 സെക്കൻഡ്. കാരണം വായിൽ വാക്ക് വരണമല്ലോ, എന്ത് വിചാരിച്ചാലും വരണ്ടേ. ഞാൻ വെറുതെ ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? എൻ്റെ പേരെന്താ? തനിക്കെന്താ? വന്നാലും പേരൊന്ന് പറഞ്ഞാൽ നന്നായി. എൻ്റെ പേര് ജോയി എന്നാണ്. ഇനി എന്താ പറയാൻ പോണേ? 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സംപൂജ്യനായ യേശുദേവനും ആരാധ്യനായ മുഹമ്മദ് നബിയും ശ്രീകൃഷ്ണനും ശ്രീരാമനും ശങ്കരാചാര്യരും വിവേകാനന്ദനും വിചാരിച്ച് ഈ നാടിനെ ഒരടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഞാൻ 3000 വർഷം ഇവരെ പുറകോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ ഇത് ഗോപാലകൃഷ്ണൻ്റെ കപ്പാസിറ്റിയാണ് എന്ന് മാത്രം ഞാൻ അവിടെ പറഞ്ഞു. മഹാഭാഗ്യത്തിന് പുറകിലുള്ളവരെല്ലാം കൈയടിച്ചു. ഇയാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരു അധ്യാപക വൃന്ദത്തിൽ നിന്ന് ഇന്ന് 4 മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് പൈതൃകവും ഇവിടുത്തെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജും ഇവിടുത്തെ വേദിക് മാനേജ്മെൻറ്റും ഇവിടുത്തെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും അൾട്രാ മോഡേൺ ആണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇമ വെട്ടാതെ ഇരിക്കുന്ന ഒരു വലിയ അധ്യാപക വൃന്ദത്തെ ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കും. അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഏതായാലും അവരെ കാണാൻ സാധിക്കും. ഈ അധ്യാപകരിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന കാഴ്ച സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ പറയുന്നു, പത്രമാധ്യമങ്ങളിൽ പണ്ട് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പത്രമാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ മതത്തിനും ആൾമോസ്റ്റ് ഈക്വൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ആൾമോസ്റ്റ് ഈക്വൽ കോൺട്രിബ്യൂഷനോടുകൂടി പത്രമാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ ഒരേപോലെ ഇംപാർഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ കാണാൻ സാധിക്കും. ഏത് പാർട്ടിയാലും, ചിലപ്പോൾ ഇവിടെ എല്ലാ വിഭാഗക്കാരും ഉണ്ട് എങ്കിലും ഞാൻ പറയുകയാണ്, കൈരളി TV ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു TV-യാണ്. എല്ലാവർക്കും എനിക്കും ഒരു ധാരണയുണ്ട് അതൊരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെയാണ്. പക്ഷെ ഓരോ പ്രോഗ്രാമും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ഏതൊരു ചാനലും, ഞാൻ അടിവരയിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, മറ്റേതൊരു ചാനലും പൈതൃകം അതിൻ്റെ ആന്തസത്ത ആന്തരികാർത്ഥം ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് കൈരളി TV കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ മാധ്യമം എങ്ങനെ കൊടുക്കുന്നു എന്ന് വരെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വിഷുവാണെങ്കിൽ ആ വിഷുവിൻ്റെ സയൻസ് മുതൽക്കെല്ലാം പദാനുപദം പാലക്കാടും അതുപോലെ ഓരോ ജില്ലയിലെയും ട്രഡീഷണൽ കലകൾ, ട്രഡീഷണൽ സാഹിത്യങ്ങൾ, ട്രഡീഷണൽ ജീവിത രീതികൾ, ഇതെല്ലാം പഠിക്കുന്നവരെ പ്രൊജക്റ്റ് ചെയ്യുക, അവർ പഠിച്ചതിനെ പ്രൊജക്റ്റ് ചെയ്യുക, പുസ്തകങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുക, വിഷയങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുക, അതിനെ അനിമേഷനിലൂടെ അവതരിപ്പിക്കുക. ഇതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ മാധ്യമങ്ങളിൽ ധാരാളം മാറ്റം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെയാ സമൂഹത്തിൽ ബുദ്ധിജീവികളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. ഇന്ന് ആരും ബുദ്ധിജീവിയാണെന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിജീവികളുടെ 101 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു ബ്രോഷർ ഇറക്കി. ബുദ്ധിജീവികളുടെ 101 ലക്ഷണങ്ങൾ, 101 നാളികേരൊക്കെ ഗണപതിക്ക് എഴുതിയാറില്ലേ, 101 ലക്ഷണങ്ങൾ ഡബിൾ ഷീറ്റാണ്. കുറഞ്ഞത് 15 ലക്ഷം അത് പോയിട്ടുണ്ട്. 1 രൂപയാണ് അതിന് ചാർജ് ഉള്ളത്, പ്രിന്റിംഗ് കോസ്റ്റ് മാത്രം. ഈ 15 ലക്ഷം ബുദ്ധിജീവികളുടെ ലക്ഷണങ്ങൾ എന്ന ആ ഷീറ്റ് കേരളം മൊത്തം പോയി എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവർക്കും വിട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ബുദ്ധിജീവി എന്നൊരു ജീവി ഇല്ല, മൊത്തം പോയി. ഇപ്പൊ സാംസ്കാരിക നായകന്മാരാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കിട്ടൊരെണ്ണം അടുത്ത ആഴ്ച ഇറങ്ങും.
ഞാൻ ഒന്നും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, ആരുടെയും പേരും എടുത്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇൻഫോം ചെയ്യുക ഇവരെങ്ങനെയാ ഈ മനുഷ്യരെ പറ്റിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ജോലിയൊന്നുമില്ല. ഈ യുക്തിവാദികൾ ശരിക്കും 4:30 മണിക്ക് തലയ്ക്ക് മുണ്ടുവിട്ടുകൊണ്ട് വെള്ളയമ്പലത്തിലെ യക്ഷിയമ്മൻ ക്ഷേത്രത്തില് തൊഴാൻ പോകുന്ന പാർട്ടിയാണ് തിരുവനന്തപുരത്തെ യുക്തിവാദിയുടെ പ്രസിഡന്റ്. അത് കണ്ടതാ, കേട്ടതല്ല. അപ്പൊ ഇതേമാതിരിയുള്ളതെല്ലാം ചേർത്ത് എന്താണ് ഈ യുക്തിവാദം, അത് എഴുതാൻ ഒരു ഭാഗ്യം, ഒരവസരം ഉണ്ടായി. ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ദൂരദർശനില് ഒരു നിശാഗന്ധിയില് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു, നന്നായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയിരുന്നു. തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യനാണ്. സംഭവിച്ചത് എന്താണ്? അരമണിക്കൂറോ മറ്റോ കഴിയുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് അതിനകത്തുണ്ട്. അത് അവർ മറന്നുപോയി കൊടുക്കാൻ, ദൂരദർശൻകാരത് മറന്നുപോയി കൊടുക്കാൻ. സാറേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് 1 മണിക്കൂറായി എന്നറിഞ്ഞത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ തലങ്ങും വിലങ്ങും വന്നപ്പോൾ അതെല്ലാം അല്ല ശാന്തമായിട്ട് മറുപടി പറയാൻ ജഗതീശ്വരാനുഗ്രഹം ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ കിട്ടി. സർ, ഇന്നലത്തെ പരിപാടി കണ്ടു, യുക്തി വിചാരത്തെക്കുറിച്ച് സാർ ഒരു ആർട്ടിക്കിൾ എഴുതണം. വിരോധമില്ല, പ്രസിദ്ധീകരിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എഴുതാം. പ്രസിദ്ധീകരിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അല്ല സാറ് എഴുതണം. എന്താ ലക്ഷ്യം? എന്താ? എല്ലാം സാംസ്കാരിക നായകന്മാരെയും കൊണ്ട് ഇത് എഴുതിക്കാൻ പോവാണ്. അത് അടിപൊളിയായി. എല്ലാ മതമേധാവികളെയും കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലത് നോക്കിയെടുത്ത് സാറിന് മാത്രം ചോയ്സ് ഉള്ളത് പൈതൃകത്തെക്കുറിച്ച് എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി എഴുതാൻ. എത്ര പേജുണ്ട്? എത്ര പേജായാലും കുഴപ്പമില്ല. ഒറ്റ ആഴ്ചപ്പതിപ്പ് മൊത്തം സാറിന് വേണമെങ്കിൽ മാറ്റിവെക്കാൻ തയ്യാറാണ്. അപ്പോൾ കുറച്ചും കൂടി സന്തോഷമുണ്ട്. ഏതായാലും പ്രസിദ്ധീകരിക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പേനയെടുത്ത് 18 DTP പേജ് അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് രാത്രി 12:30 മണിക്കുള്ളിൽ എഴുതി തീർത്ത് അടുത്ത ദിവസം DTP എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും അവർ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെ ഷീറ്റും ആക്കി, നല്ല പബ്ലിഷ് ചെയ്യാനുള്ള ഷീറ്റാക്കി. എന്നിട്ട് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിളിച്ചു ചോദിച്ചു, പ്രസിദ്ധീകരിക്കുമോ ഇത്? ഡയറക്ടർ ബോർഡ് മൊത്തം വായിച്ചു നോക്കിയിട്ട് ഒരു വാക്ക് പോലും മാറ്റാതെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞറിയിച്ചു. മറ്റുള്ളത് എഡിറ്റ് ചെയ്യാനും ഇത് എഡിറ്റ് ചെയ്യേണ്ടെന്ന്. വലിയ സന്തോഷം തോന്നി. ഞാൻ ഇത്രയും കഥ പറഞ്ഞത് ബുദ്ധിജീവികളിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അസാധാരണ മാറ്റം. ആറ്റുകാൽ പൊങ്കാലയിൽ പകുതി ഭാഗത്തിൻ്റെ കോർഡിനേഷൻ ആരാധ്യനായ P. ഗോവിന്ദപിള്ള. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ കോർഡിനേറ്റർ, സെക്രട്ടറി, ഫുൾ അറേഞ്ച്മെന്റ്. ഇതിനേക്കാളും വലുത് ഗോപാലകൃഷ്ണൻ ഇനി ജീവിതത്തിൽ എന്താ കാണാനുള്ളത്? എല്ലാ ദിവസവും 6:20 പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം നിൽക്കും. ഗണപതിയായിട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ട്. നല്ല ഡിസ്കഷനാ. തൊഴാറില്ല, നിൽക്കാറ് മാത്രമേ ഉള്ളൂ ദീപാരാധനയ്ക്ക്. ഏത് പാർട്ടിക്കാരനായാലും എന്താ, ഏത് മതക്കാരനായാലും എന്താ, ഏത് വിശ്വാസക്കാരനായാലും എന്താ, നന്മ നിറഞ്ഞത് എവിടെ ഉണ്ടെങ്കിൽ എടുത്താൽ എന്താ കുഴപ്പം? ഇതാണ് ഞാൻ എന്നും പറയാറുള്ളത്. ഭാരതം എന്നും പറഞ്ഞിരുന്നൊരു വരിയുണ്ട്, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ എല്ലായിടത്തു നിന്നും, ഏത് രാജ്യത്തിൽ നിന്നും, ഏത് മതത്തിൽ നിന്നും, ഏത് ഭാഷയിൽ നിന്നും, ഏത് ഇസത്തിൽ നിന്നും, ഏത് രചനകളിൽ നിന്നും, ഏത് ഗ്രന്ഥത്തിൽ നിന്നും, ഏത് ആചാരത്തിൽ നിന്നും മാനവരാശിക്ക് നന്മ വരുത്തുന്ന ഒന്നാണെങ്കിൽ സ്വീകരിക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഈ ഒരു ചോദ്യം സാംസ്കാരിക നായകന്മാരുടെ മസ്തിഷ്കത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. വലിയ സന്തോഷം തോന്നാറുണ്ട്. അസാധാരണ മാറ്റം രാഷ്ട്രീയ പാർട്ടികളിൽ. ഞാൻ കണ്ണൂർ ചെന്നപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. സർ, ഇവിടുത്തെ ഒരു അമ്പലത്തിൽ പുതിയ അമ്പലം നിർമ്മിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇടതുപക്ഷക്കാരാണ് കമ്മിറ്റിയിലുള്ളത്. സന്തോഷമുണ്ട്. ഇത് പറയുക മാത്രമല്ല, 1500 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഗംഭീരമായിട്ട് അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഗതം പറഞ്ഞത് സെക്രട്ടറിയാ. അറിയാതെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എന്ന് പറയുന്നതിന് പകരം സഖാക്കളെ, സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഒരു തെറ്റൂല. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പറഞ്ഞത് അബദ്ധായോ ഗോപാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞു ഒരു തെറ്റൂല. സഖാക്കളെ എന്ന വാക്ക് ഭഗവത്ഗീതയിലുള്ളതാ. ഹേ കൃഷ്ണ
ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം. നിന്റെ മഹത്വത്തെ കുറിച്ച് അറിയാതെ നിന്നെ ഞാൻ ഹേ യാദവ, ഹേ കൃഷ്ണ, എടോ സഖാവേ എന്നൊക്കെ വിളിച്ചു എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത് ഭഗവത്ഗീതയിലായതുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ആ സഖാവ് എന്ന പദപ്രയോഗം നടത്തിക്കൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും എന്നും അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. നല്ല മാറ്റം ഒരു വിഭാഗത്തിനെയും ഇതാക്കാൻ വേണ്ടി പറയല്ല. അസാധാരണ മാറ്റം നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാൻ സാധിക്കും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അതിഗംഭീരായിട്ട് ദേവസ്വം മന്ത്രി ശബരിമലയിൽ ചെന്ന് ആ കൈരളി TV-യിൽ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് ശബരിമല ശാസ്താവിൻ്റെ ശ്രീകോവിലിനകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. തൊഴുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രം, ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കമൻ്റ് പറയുന്നുണ്ടായിരുന്നു. ഈ പുണ്യഭൂമിയിൽ അകത്തുള്ള പാർട്ടി ശരിയല്ലെങ്കിൽ ഈ ഭൂമി എങ്ങനെയാ പുണ്യഭൂമിയാവുക? ഇത് പുണ്യഭൂമി ആകണമെങ്കിൽ അകത്തൊരു പാർട്ടി ഉണ്ടാവണം, അതല്ലേ ശരി? അപ്പൊ ഈ പുണ്യഭൂമിയിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്, എന്ത് ഭംഗിയായിട്ടാ രണ്ടുപേരും ചെന്ന് അവിടെ പോയത്. മുഖ്യമന്ത്രിയും പോവുകയുണ്ടായി, പിന്നെ 3-4-5 മന്ത്രിമാരും പോവുകയുണ്ടായി. അതിൽ മാതൃഭൂമി എഴുതി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ സംപൂജ്യനായ അച്യുതാനന്ദൻ സാറ് ശബരിമലയിൽ പോയി. ഇപ്പൊ ഞാൻ പതുക്കെ പറഞ്ഞു, തിരുവനന്തപുരത്ത് വേണ്ട അത്രയും കുടിക്കണുണ്ട്, ഇനി അവിടെ പോയി കുടിക്കണം. അവിടെയെങ്കിലും കുടിക്കാതിരിക്കട്ടെ. കാരണം പോയില്ലേ, ഇതൊരു മാറ്റമല്ലേ. ഞാൻ മാറ്റത്തിന് വേണ്ടി മാത്രം എക്സാമ്പിൾ എടുക്കണം, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും ചർച്ച ചെയ്യാൻ എടുക്കല്ല. ആ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഭംഗിയായിട്ട് 6.5 ലക്ഷം രൂപയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ആ പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് ഭക്ഷണവും കുടിവെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അലോട്ട് ചെയ്തത്. അവർക്ക് യാത്രാ സൗകര്യം ശബരിമല വരെ ഉണ്ടാക്കാനായിട്ട് രാപ്പകൽ വർക്ക് ചെയ്തൊരു മന്ത്രിയാണ് അദ്ദേഹം എന്നെനിക്ക് തോന്നാറുണ്ട്. ഗുളിക കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പക്ഷെ ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എൻ്റെ വാക്കുകളല്ല. അപ്പോ എന്തായാലും ശരി, രാപ്പകൽ വർക്ക് ചെയ്ത് ഒരു കർമ്മം അദ്ദേഹം ഏറ്റെടുത്ത് ഭംഗിയാക്കേണ്ടായി. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വരിയുണ്ട്, തമാശന് ഇന്നലെ പറഞ്ഞത് ഒന്ന് ഞാൻ ഇന്ന് ആവർത്തിക്കാണ്. ലോകത്തില്, കുറഞ്ഞത് ഭാരതത്തില്, ഒരു അമ്പലത്തില് പായസത്തിന് വേണ്ടി 17 IAS ഉദ്യോഗസ്ഥന്മാര് ഒരുമിച്ച് ചേരുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യുക 1 മണിക്കൂർ അരവണ ഇഷ്യൂവില്. ഒരു അമ്പലത്തിന്റെ ഇഷ്യൂവില് ഇടതുപക്ഷ പാർട്ടികൾ 17 IASകാരെ വിളിച്ച് 3 ജില്ലയിലെ കളക്ടർമാരെ വിളിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അരവണ എല്ലാവർക്കും എത്തിക്കാനുള്ള ഡിസിഷൻ മന്ത്രിസഭാ തീരുമാനത്തിൽ മന്ത്രി എടുക്കാൻ സാധിക്കുക. ഉറപ്പുണ്ട് ഗോപാലകൃഷ്ണന്. മറ്റ് ഒരു കാലഘട്ടമാണെങ്കിൽ ഇത് വെറും കാഷ്വലായിട്ട് പുല്ലുമാതിരി വലിച്ചെറിയുമായിരുന്നു. അരവണ കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, വേണമെങ്കിൽ പോവുക, വേണ്ടെങ്കിൽ പോവണ്ട. ഒരു ധർമ്മത്തെക്കുറിച്ചോ ഒരു മതത്തെക്കുറിച്ചോ ഉള്ള ചർച്ചയല്ല, വിശ്വാസം ഏത് ലെവൽ വരെ എത്തി എന്ന ഒന്ന് കാണിക്കാൻ വേണ്ടി വ്യക്തിപരമായ ലെവലിൽ ദിശാബോധം വീണ്ടെടുത്ത ഭാരതീയൻ, കുടുംബതലത്തിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, വിദ്യാർത്ഥികളുടെ തലത്തിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, അധ്യാപകരുടെ തലത്തിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, ബുദ്ധിജീവികളുടെ തലത്തിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, രാഷ്ട്രീയ പാർട്ടികളുടെ തലത്തിൽ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, പത്രമാധ്യമങ്ങളിൽ അസാധാരണമാം വിധം സത്യസന്ധമായ റിപ്പോർട്ടുകൾ അൺബയസ്ഡ് ആയിട്ട് വരാൻ തുടങ്ങി ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ. എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഇതെല്ലാം നിത്യവും ജേർണലിസ്റ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ പോയിന്റുകളെല്ലാം കിട്ടുക. ഞാൻ പലപ്പോഴും കണ്ണൂര്, തലശ്ശേരി സ്ഥലങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് പോകാറുണ്ട്. എന്നിട്ട് എന്നെ ആരും വന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ എല്ലാം പോകുമ്പോഴും അവിടെയുള്ള വ്യക്തികളിലെ മാറ്റം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് കേരളത്തിലെ ഇത്രയും ജില്ലകളിൽ 2 ജില്ലകളാണ് എന്നെ അസാധാരണമായിട്ട് ആകർഷിച്ചിരിക്കുന്നത്. ഒന്ന് കണ്ണൂര്, 2 പാലക്കാട്. ഈ കണ്ണൂരിലും പാലക്കാടിലും ഇത്രയും നിഷ്കളങ്കരായ ജനങ്ങൾ, ഇത്രയും നിഷ്കളങ്കത തിരുവനന്തപുരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭൻ നേരത്തെ കിടന്നത് ആൾക്കാരുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഈശ്വരൻ കിടന്നിട്ടില്ല. കാരണം ഒരു നേരത്തെ കിടന്നത് ആരെങ്കിലും കാല് പിടിച്ച് എഴുന്നേക്കുമ്പോ കാലോടുകൂടി എഴുന്നേറ്റാലോ എന്ന് പേടിച്ചിട്ടാ. അത് കാരണം അവിടുത്തെ 2ലെയും വ്യത്യാസം നോക്കുക.
തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രശ്നമാണ്. പത്മനാഭന്റെ വെള്ളം എന്ന് പറഞ്ഞ് ചിലപ്പോൾ കുഴപ്പം കാണിക്കുന്ന കാണാൻ ശരി, അവിടെ തന്നെയാണ് സെക്രട്ടേറിയറ്റും. അപ്പം യഥാർത്ഥത്തിൽ ഇവിടേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊരു വ്യത്യാസമാണെന്നറിയാം. ഇവിടെ കണ്ണൂരൊക്കെ വരുമ്പോൾ അവരുടെ സ്നേഹം, അവരുടെ ബഹുമാനം, പലപ്പോഴും ഭയത്തോടു കൂടി അവിടെ പോവാറുള്ളത്. എന്നാലും അതേപോലൊരു എഫക്റ്റ് പാലക്കാടും കാണാൻ സാധിക്കും. ഈ പ്രഭാഷണം കഴിയുമ്പോൾ പറയും, സാറേ ഞങ്ങളോട് ക്ഷമിക്കണം, എഴുതി ഒപ്പിട്ട് മേടിച്ചത് അബദ്ധമായി, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എത്ര മാറ്റാ വരുന്നതെന്നറിയാം. ആ പ്രദേശത്ത് പോയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഓരോ ക്ഷേത്രവും നന്മകളും എല്ലാ മതത്തിലുള്ളവരിലും ഉണ്ടാകുന്ന അസാധാരണമായ മാറ്റം. ഇത് തന്നെയാ യുക്തിവാദികളിൽ ഉണ്ടാവുന്ന മാറ്റം. PTK കുട്ടി ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡോക്ടർ PTK കുട്ടി എന്ന് പറയുന്ന വ്യക്തി ഷൊർണൂരിലെ യുക്തിവാദിയാണ്, അടിപൊളി യുക്തിവാദിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ശിവരാത്രി ദിവസം മഴുവഞ്ചേരിയിൽ വന്നിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു ക്ലാസ് എടുപ്പിച്ചു യുക്തിവാദിയായ സ്ഥിതിക്ക്.